Hi friends, welcome to V4E Media. V4E Media ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടെക് റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. ടെക് എന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ട്രൈപോഡ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് 499 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. അതിൻ്റെ കൂടെ ഒരു 2 പീസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഈ 499 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 500 രൂപ. മറ്റ് ട്രൈപോഡുകളൊക്കെ ഇതേ ട്രൈപോഡ് തന്നെ വേറെ വാങ്ങുമ്പോഴൊക്കെ അത് നല്ല ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 500 രൂപയ്ക്ക് ട്രൈപോഡ്, അതിൻ്റെ കൂടെ ഒരു 199 രൂപയുടെ ഒരു മൗണ്ട്, 190 രൂപയുടെ ഒരു ക്യാമറ ഹോൾഡർ. ഒന്നല്ല, അത് 2 വരുന്നുണ്ട്. അത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ്. 2 പീസിന് 199 രൂപ വരുന്നുള്ളൂ. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല, എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടാലോ. ഈ ടൈപ്പാണ് നമ്മളിതൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മളെ ട്രൈപോഡ്. ഈ ട്രൈപോഡിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ക്യാമറ അടക്കം, അതായത് മൊബൈൽ അടക്കം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് മൊബൈൽ വെക്കാനുള്ളത്, അതുപോലെ ഈ ട്രൈപോഡിൻ്റെ മുകളിലൊരു മൗണ്ട്, ഇത് വേറെ വേറെയാണ്. ആ മൗണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ വരുത്തിയതാണ് ഈ ഓപ്പൺ ചെയ്യുന്നത്. നല്ല കുഴപ്പമില്ലാത്ത പാക്കിംഗ് ഒക്കെ തന്നെയാണ്. നമുക്കത് ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൽ ഒന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷൻ അല്ല, അതിൻ്റെ കൂടെ വന്ന പേപ്പറാണ് നമുക്ക് ഈ കാണുന്നതിൻ്റെ ബില്ല്. ഒന്നാണ് ഈ മൗണ്ട്, ഒന്നാണ് വന്നിട്ടുള്ളത്. 199 രൂപയാണ്. അതൊന്ന് എടുത്ത് നോക്കാം നമുക്ക്. ഇത് നമുക്ക് മസ്റ്റാണ് ഇതിൽ. അതായത് ക്യാമറ കൊടുക്കാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് മൊബൈൽ ഹോൾഡർ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൗണ്ട് ആവശ്യമുണ്ട്. നമുക്ക് ഈ പോളിൽ കൊടുക്കാനുള്ള സ്ഥലമാണ് ഈ 2 ഇതായിട്ട് പുറത്തേക്ക് കാണുന്നത്. അവിടെയാണ് നമ്മൾ ലോങ് സ്ക്രൂ ഇട്ട് മുറുക്കേണ്ടത്. പിന്നെ അപ്പുറത്ത് ഇങ്ങനെ തിരിയുന്ന സാധനം കണ്ടത്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മൊബൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ വേണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതിൽ ഈ മൊബൈൽ കൊടുക്കുന്ന ഭാഗം നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റൗണ്ടിൻ്റെ ചുറ്റുപാടും കണ്ടോ, ഒരു ഗ്രിപ്പുള്ള ടൈപ്പാണ്. പിന്നെ അത് നല്ല സ്മൂത്താണ്, ഇത് തിരിയാനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ അതായത് നമ്മൾ ഈ മൊബൈലിൻ്റെ ഹോൾഡർ, അത് 2 199 രൂപയ്ക്കാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. അത് ആമസോണിലാണ് വരുത്തിയിട്ടുള്ളത്. റേറ്റ് കുറവാണ്, കാരണം 199 രൂപയ്ക്ക് 2 കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ 200 രൂപ, 200 സംതിങ് രൂപ ഉണ്ട്. പിന്നെ അതിനൊക്കെ ഷിപ്പിംഗ് ചാർജും ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ലാഭം ഇതാണ് തോന്നിയില്ല. എന്താ വെച്ചാൽ നമുക്ക് 2 മൗണ്ടും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈപോഡിൽ തന്നെ 2 സ്റ്റാൻഡ് ഉണ്ടല്ലോ, 2 സ്റ്റാൻഡ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ 2ഉം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ചാർജ് വരുന്നില്ല, പകുതി ചാർജിൽ 2 കിട്ടുന്നത്. ഈ കിങ് ഷൈനാണ് ഇത് സാധനം വരുന്നത്. വലിയ ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല. അതായത് കിങ് ഷൈൻ്റെ സാധനങ്ങൾ അത്ര ഒരു വലിയൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിട്ട് തോന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. ഇതിൻ്റെ ത്രെഡ് കാര്യങ്ങൾ ഒക്കെ കാണുന്നുണ്ടല്ലോ, നല്ല ത്രെഡാണ്. അതുപോലെ അതിൻ്റെ ആ മൊബൈൽ ഇരിക്കുന്ന സർഫസ്, ഒരു സ്പോഞ്ച് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ മൊബൈലിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത് ആ സ്പോഞ്ചാണിത്. മൊബൈലിൻ്റെ ടോപ്പ് ഭാഗം ഗ്രിപ്പ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ റബ്ബറിൻ്റെ ഒരു ബുഷ് പോലെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പ്രിങ് അത്യാവശ്യം കുഴപ്പമില്ല, മൊബൈൽ എന്തായാലും ചാടി പോകില്ല, നല്ല അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. എന്നാൽ വലിയൊരു സംഭവമൊന്നുമല്ല, നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, ചാടി പോകുന്നില്ല, അത്ര ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. ഈ കാണുന്ന പോലെ അത്യാവശ്യം കുറച്ചൊരു ലൂസ് പോലെ തോന്നുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ നമുക്കൊരു മൊബൈൽ കുറച്ചൊരു വീതിയുള്ള മൊബൈലാകുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കും. അതിനുള്ളൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അതിന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അതായത് ട്രൈപോഡ് വന്നത് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ്. അത്യാവശ്യം പുറം ഭാഗം കാണാൻ വലിയൊരു കുഴപ്പമില്ല. പക്ഷേ ബോക്സ് അല്ല, അത് അങ്ങനെ ഒരു കവറിങ്ങിലാണ് വന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് അത് നമ്മളാ ഒരു പൊള്ളയുള്ളൊരു എന്താ പറയുക, ബബിളുള്ളൊരു പാക്കിംഗ് ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ബോക്സ് വരുന്നത്. വേറെ കൂടുതൽ പെട്ടികളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ട്രൈപോഡ് വരുന്ന ബോക്സൊക്കെ ജസ്റ്റ് ചളുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അതൊരു എന്താ പറയുക, ബോക്സിങ് അത്ര നല്ല ബോക്സിങ് അല്ല. ഒന്നാമത് അത് കവറായതുകൊണ്ടായിരിക്കും. ഇത് പുറംഭാഗമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇത് ഷിപ്പിങ്ങിൻ്റെ സമയത്ത് പ്രൊസസ്സായിട്ട് എന്താ അറിയില്ല, അതിൻ്റെ ബോക്സൊക്കെ പൊളിഞ്ഞ് കാണുന്നുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ സംഭവം കുഴപ്പമില്ല കേട്ടോ, കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫൈബറാണ് തോന്നുന്നത് യൂസ് ചെയ്തിട്ടുള്ളത്. പാക്കിങ്ങിൻ്റെ അവസ്ഥ ഇതാണ്, പാക്കിങ് വളരെ മോശമാണ്. പക്ഷേ തുറന്ന് കഴിയുമ്പോൾ നമുക്കറിയാം അത് നല്ലൊരു ഫിനിഷിങ് കാണുന്നുണ്ട്. കയ്യിലെടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ലോങ് സ്ക്രൂ തന്നിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ് ഉള്ള, നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉള്ളൊരു ലോങ് സ്ക്രൂ ആണ് തന്നിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, ലോങ് സ്ക്രൂ നല്ല വെയിറ്റ് ഉണ്ട്. ഈ സാധനം എടുക്കുമ്പോഴേ നല്ലൊരു വെയിറ്റ് തോന്നുന്നുണ്ട്, നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അത് നല്ലൊരു കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വള്ളി, അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് തുറക്കാൻ പറ്റില്ല. ഈ ഒരു സ്വിച്ച് ഞെക്കി പിടിച്ചിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. ഈ സ്വിച്ച് ഞെക്കി പിടിച്ചിട്ട് ഓപ്പൺ ചെയ്താൽ സെക്കൻഡ് ഫോൾഡിങ്
നൂർന്ന് കിട്ടുള്ളൂ. അത് ചെറിയൊരു ലോക്ക് പോലെ ഉണ്ടായിരുന്നു. സംഭവം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. കയ്യിലെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടി നോക്കാം. ഇത് സംഭവം ഇത് കുഴപ്പമില്ല കേട്ടോ, പാക്കിങ് മാത്രമേ കുറച്ച് മോശമുള്ളൂ. ഇതിൻ്റെ വള്ളിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വള്ളിയാണ്. അങ്ങനെ കയ്യിലിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് ഗ്രിപ്പായി പോകാതിരിക്കുക. നമ്മളിതിൽ മൊബൈൽ അതുപോലെ ക്യാമറയൊക്കെ ആക്ഷൻ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സംഭവം കുഴപ്പമില്ല. ഇതിൻ്റെ ത്രെഡ് കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്കിത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ മൗണ്ട് നമ്മൾ വരുത്തിയിട്ടുള്ള 199 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ വരുത്തിയിട്ടുള്ള മൗണ്ടാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇതിൽ ഇറക്കി വയ്ക്കുക. നമ്മൾ ലോങ് സ്ക്രൂ, അതായത് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ ട്രൈപ്പോഡിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ലോങ് സ്ക്രൂ എടുത്തിട്ട് ഒന്ന് അതിൽ ഫിറ്റാക്കി കൊടുക്കുക. അത്രേ ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഫിറ്റിങ് വലിയൊരു പണിയൊന്നുമില്ല. ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് അസംബിൾ ചെയ്യുക, അത്രേ പണിയുള്ളൂ. ഒന്ന് നന്നായിട്ട് മുറുക്കി കൊടുത്താൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കുള്ളൂ. നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൂ ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കുക. അത് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ പണിയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആ ക്യാമറ ഹോൾഡർ, അതിൻ്റെ മേലെ ഒരു ക്യാമറ ഹോൾഡർ എടുത്തിട്ട് ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഫിറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാമറ ഹോൾഡർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒന്ന് ഫിറ്റാക്കി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൊബൈൽ ഫിറ്റ് ചെയ്യുമ്പോൾ മൊബൈൽ വെയിറ്റുള്ള കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം കൂടെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ എടുത്തിട്ട് വെറുതെ ഒരു മൊബൈൽ ഒന്ന് എങ്ങനെയുണ്ട് ഇത് സാധനം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മൊബൈൽ ഇതിൻ്റെ അകത്ത് ഫിറ്റാക്കി കഴിഞ്ഞാൽ വരാം. നമ്മുടെ സ്റ്റാൻഡിൻ്റെ മേലെ ഈ മൊബൈൽ ഫിറ്റാക്കി കഴിയുമ്പോൾ ഈ ഒരു ഇതിലാണ് വരിക. നമുക്കിത് സെൽഫി മോഡൽ ആക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ എന്നെ പിടിച്ചു നിർത്താൻ പറ്റും. സെൽഫി ആക്കാൻ നമുക്ക് ആ ലോങ് സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ രീതിയിലൊന്ന് നമുക്ക് സെൽഫി സ്റ്റിക്കിൽ നമ്മൾ മൊബൈൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് സെൽഫിക്ക് ബട്ടണൊന്നും ഉണ്ടാവില്ല, നമ്മൾ വീഡിയോ ആണല്ലോ കാര്യമായിട്ട് നമ്മൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു വലിയൊരു പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ നീളം കിട്ടുന്നുണ്ട്. വലിയൊരു സെൽഫി സ്റ്റിക്കിൻ്റെ നീളമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്കിൻ്റെ നീളമൊക്കെ നമുക്കിത് കിട്ടും. ഇങ്ങനെ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് ഈ ട്രൈപോഡിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനെ വേറെ രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴെ ഒരു ഇതുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അയച്ചെടുത്താൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്റ്റാൻഡാണിത്. ഇതിന്റെ സ്റ്റാൻഡ് നേരെ തിരിച്ച് ഇവിടെ കൊടുക്കുക. ഒന്ന് ടൈറ്റായി കൊടുക്കാം. അങ്ങനെ ടൈറ്റായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇങ്ങനെ കൊടുത്തി കഴിഞ്ഞാൽ ഇത് ട്രൈപോഡ് സ്റ്റാൻഡായി. ഇപ്പം ഇങ്ങനെ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നിലത്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. നമുക്ക് ഒരു ട്രൈപോഡ് പോലെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേറെ ഒരാളെ സഹായം അല്ലാതെ നമുക്ക് ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ സെൽഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ട്രൈപോഡ് വേണ്ട. ഈ ഒരു ഒറ്റ ഐറ്റത്തിൽ തന്നെ നമുക്ക് ഈ ട്രൈപോഡ് വേറൊരു ചെറിയൊരു സ്റ്റാൻഡ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒരു സ്റ്റഡി ക്യാം പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. അതേപോലെ മടക്കുക, എടുത്തേക്കാം. ഈ സാധനം തിരിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനിപ്പോൾ നമ്മൾ സ്റ്റഡി ക്യാം ആക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റഡി ക്യാം ആക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു വെച്ചു. ഇത് സ്റ്റഡി ക്യാം ആക്കിയാൽ നമുക്ക് അത്ര ഒരു സ്റ്റെബിലിറ്റി ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അതും കൂടെ പറഞ്ഞുതരാം. ഇത് സ്റ്റഡി ക്യാം ആക്കാൻ കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റഡി ക്യാം ആക്കിയിട്ട് ഇത് വലിയൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നമുക്കിത് സ്റ്റഡി ക്യാം ആക്കി നോക്കാം. കമ്പനി പറയുന്നത് ഈ രീതിയിലാണ് സ്റ്റഡി ക്യാം ആക്കേണ്ടത് എന്നാണ്. നോക്കാം. എന്താണ് സ്റ്റഡി ക്യാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കയറിൽ തൂക്കി പിടിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റഡി ക്യാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇപ്പോൾ ഇതിൽ നമുക്കുള്ളത്. ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു ചെറിയൊരു സ്റ്റാൻഡ് കൂടെ വരുന്നുണ്ട്, ചെറിയൊരു ട്രൈപോഡും കൂടെ വരുന്നുണ്ട്. നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമ്മൾ എടുത്ത ഫോണ് ഒന്ന് ജസ്റ്റ് ഊരി മാറ്റാം. പിന്നെ നമുക്ക് ഇതോടെ വെക്കാം.
ഇനി നമ്മൾ ഇതാണുള്ളത് നമുക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് ലോങ് സ്ക്രൂ ആവശ്യമുണ്ട്. അപ്പോൾ ലോങ് സ്ക്രൂ നമുക്ക് ഇതിന്ന് അയച്ചെടുക്കാം. നമ്മൾ ലോങ് സ്ക്രൂ അയച്ചെടുത്തു. ലോങ് സ്ക്രൂ അയച്ചെടുത്തിട്ട് നമുക്ക് ഈ മൗണ്ടിനെ നമുക്ക് ഇതായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചെറിയ ട്രൈപോഡ് ചെറിയ സ്റ്റാൻഡ് എടുത്തിട്ട് നമുക്ക് ഈ മൗണ്ട്, അതായത് മൗണ്ട് ക്യാമറ ഹോൾഡർ, മൊബൈൽ ഹോൾഡർ വെച്ചിട്ട് അതിൽ ലോങ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ എല്ലാ സ്ക്രൂവിലും നമ്മൾ ഈ ലോങ് സ്ക്രൂ എല്ലാ ഹോൾഡറിലും നമ്മളെ ലോങ് സ്ക്രൂ പാകമാണ്. അത് ഫിറ്റിൽ ഒന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് മാത്രം മതിയാവും. ഈ ചെറിയൊരു, അതായത് ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്.